പ്രിയപ്പെട്ട PPTA CAT സ്റ്റുഡൻസിന് PPTA ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടൻസിയുടെ ബേസിക് ടേംസ്, അക്കൗണ്ടൻസിയുടെ ഫീൽഡ്, അക്കൗണ്ടൻസിയുടെ ഒബ്ജക്റ്റീവ്സ്. ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ അക്കൗണ്ടൻ്റ് എന്നുള്ള നമ്മളൊരു അക്കൗണ്ടൻ്റ് ആണ് എന്ന രീതിയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു അക്കൗണ്ടൻ്റ് ആകുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസിനെയും കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്, കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയുടെ ആശയങ്ങളും സമ്പ്രദായങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഈ ആശയങ്ങളും സമ്പ്രദായങ്ങളും അറിഞ്ഞാലേ യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടൻ്റ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, BCom കഴിഞ്ഞ് അല്ലെങ്കിൽ MCom കഴിഞ്ഞിട്ടൊക്കെ CATന് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ വരുന്നവരിൽ മിക്കവാറും ആളുകൾക്കൊന്നും ഈ ആശയങ്ങളും സമ്പ്രദായങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആശയങ്ങളും സമ്പ്രദായങ്ങളും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് അക്കൗണ്ടൻ്റ് ആകുക എന്നുള്ളതാണ് സംശയം. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. വാട്ട് ആർ ദ കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് ഇൻ അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയുടെ കൺസെപ്റ്റും കൺവെൻഷൻസും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു അക്കൗണ്ടൻറ്റിന് വേണ്ട ഒരു ബേസിക് നോളജ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതിനപ്പുറം ഒരു അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില റൂളുകളെ കുറിച്ച് മനസ്സിലാക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാറുള്ളത് നമ്മൾ ഡെബിറ്റ്, ക്രെഡിറ്റ് ഇതിൻ്റെ റൂള് പ്രകാരമാണ് ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈ വർക്കെല്ലാം ബേസ് ചെയ്യുന്നത് ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൺസെപ്റ്റും കൺവെൻഷൻസും നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള കൺസെപ്റ്റ്, കൺവെൻഷൻസ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളും കൺവെൻഷൻസും ഡെവലപ്പ് ചെയ്യുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ക്യാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റിനെയും നമ്മൾ മൂന്നാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസ്. ഈ മൂന്ന് ബേസിൽ നിന്നുകൊണ്ടാണ് അക്കൗണ്ടൻസി പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ ബേസിക് അസംഷൻസ് ആണ്. ബേസിക് അസംഷൻസിൽ 4 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, 5 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസെന്റ് കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ബേസിക് അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കരുതുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാകണമെന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കരുതുകയാണ്. ഇനി രണ്ടാമത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഇതേപോലെ ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. ശരി, യഥാർത്ഥത്തിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻ ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് തരുന്നത്. മൂന്നാമത്തത് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ആണ്. ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന്. ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ 3 പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് നിലനിൽക്കുന്നത്. അക്കൗണ്ടൻസിയുടെ തിയറി നിലനിൽക്കുന്നത് ഈ 3 ബേസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ ആദ്യം ബേസിക് അസംഷൻസിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെയാണ് ബേസിക് അസംഷൻസ് എന്ന് നമുക്ക് നോക്കാം. ബേസിക് അസംഷൻസ് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തിയറിയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ക്യാപ്സൂളായിട്ട് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ക്യാപ്സൂളായിട്ട് അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടിയിട്ട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാണ്ട് അക്കൗണ്ടൻ്റ് ആകുന്നതിൽ ഒരു സത്ത നഷ്ടപ്പെടുന്ന അക്കൗണ്ടൻ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ക്യാപ്സൂളായിട്ട് അക്കൗണ്ടൻസി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം. അതുകൊണ്ട് തന്നെ CAT അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒന്ന് തന്നെയാണ്. ദെൻ വി ആർ ഗോയിങ് ടു ബേസിക് അസംഷൻസ്. ബേസിക് അസംഷൻസിൽ ആദ്യത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് ധരിക്കേണ്ടത് ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡർ.
എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇങ്ങനെ കരുതിക്കൊണ്ട് വേണം ബിസിനസ്സിലെ ഓണറെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ പൈസ ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇത് ഓണർക്ക് തിരിച്ചു നൽകാനുള്ള പൈസയാണ്, ലാബിലിറ്റിയാണ്. അങ്ങനെ ഒരു എൻറ്റിറ്റി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വെച്ചു പുലർത്തിക്കൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. അത് ഈ എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ക്യാപിറ്റലിനെ ലാബിലിറ്റി ആയിട്ട് പരിഗണിക്കുന്നത്. ഒന്ന് നോക്കാം. ആസ് പെർ ദിസ് കൺസെപ്റ്റ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ഹു ഓൺ ആൻഡ് മാനേജ് ഇറ്റ്. ഇത് മാനേജ് ചെയ്യുന്നവരും ഓൺ ചെയ്യുന്നവരുമായിട്ട് എൻറ്റയർലി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ അക്കൗണ്ടൻസി ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ബിസിനസ് വേറെ, ബിസിനസ്സിൻ്റെ ഓണർ വേറെ, അങ്ങനെ രണ്ട് പേഴ്സണായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേണം ബിസിനസ്സിനെ കാണാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ധരിക്കേണ്ടത് ഈ ബിസിനസ് പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല, ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് ബിസിനസ് ഈസ് അസ്യൂംഡ് ടു എക്സിസ്റ്റ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് നമ്മൾ ധരിക്കണം. And it is not established with the objective of closing it down. വേഗം അടച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്ന് നമ്മൾ ധരിച്ചിട്ടാകരുത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസി ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്. ദ കൺസെപ്റ്റ് എനാബിൾസ് ദ അക്കൗണ്ടന്റ് ടു ക്യാരി ഫോർവേഡ് ദ വാല്യൂസ് of asset and liabilities from one accounting period to other accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിന്ന് നമ്മൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് നമ്മൾ അസറ്റിനൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഈ ബിസിനസ് ഈ വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇനിയും ഒരുപാട് കാലം ഈ ബിസിനസ് നടന്നു പോകേണ്ടതുണ്ട് എന്ന് ധരിച്ച് ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാം മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകണം, മൂല്യം ഉണ്ടാകണം. അത് നമ്മൾ ആ മൂല്യത്തെ പണത്തിൽ നമുക്ക് അതിന് മൂല്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അങ്ങനെ പണത്തിൽ മൂല്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ ഇതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ ബിസിനസ് ട്രാൻസാക്ഷൻ വിൽ ആൾവേസ് ബി റെക്കോർഡഡ് ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. നമ്മളിത് റെക്കോർഡ് ചെയ്യപ്പെടുക, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുക, അതിനെ നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മാത്രം റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ബേസിക് അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിൽ ഒരു പീരീഡ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുക. ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരു സമയത്ത് എൻഡ് ചെയ്യുന്നു. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എത്രയാണ് നമുക്ക് നഷ്ടം, എത്രയാണ് ലാഭം. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ദ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്കൗണ്ടിങ് പീരീഡ് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 31 മാർച്ചിൽ അവസാനിക്കുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, നമ്മളിപ്പം ഇതിനെക്കുറിച്ച് സുപരിചിതമാണ്. ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം മാർച്ച് 31 അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഏപ്രിൽ 1 അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കും. അങ്ങനെ നമ്മൾ മാർച്ച് 31 നമ്മൾ എല്ലാ വർഷവും മാർച്ച് 31 നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടാലി ആക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം മാർച്ച് എൻഡിലായിരിക്കും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പീരീഡ് കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് അക്കൗണ്ടൻസി ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്യാരി ഫോർവേഡുകൾ ചെയ്യുന്നത്. ബിസിനസ്സിന് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു പീരീഡ് ആവശ്യമാണ്. അതിന് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും. ഏപ്രിൽ 1 ആരംഭിക്കുകയും 31 മാർച്ചിന് അവസാനിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്, അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും, അത് ക്രെഡിറ്റ് ഓർ ക്യാഷ്,
രണ്ട് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ റവന്യൂ ആയിട്ട് പരിഗണിക്കുക ക്യാഷ് റവന്യൂസ് മാത്രമല്ല, അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റുകൾ മാത്രമല്ല നമ്മൾ റവന്യൂ ആയിട്ട് പരിഗണിക്കുക, പകരം കിട്ടാനുള്ളത് കൂടി നമ്മൾ റവന്യൂ ആയിട്ട് പരിഗണിക്കും. ഇങ്ങനെയുള്ള മെത്തേഡ് ഓഫ് എൻറ്ററിങ്ങിനെയാണ് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്കത് കിട്ടാനുള്ളത് കൂടി നമ്മൾ റവന്യൂ ആയിട്ടാണ് പരിഗണിക്കുക. കാരണം നമുക്കത് ലീഗൽ റൈറ്റ് ഉണ്ട് അത് കിട്ടാൻ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റവന്യൂ ആയിട്ട് പരിഗണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, എക്സ്പെൻഡിച്ചറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്യാഷ് ആയിട്ട് എക്സ്പെൻഡ് ചെയ്ത് പോയത് മാത്രമല്ല നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കുക. നമുക്ക് അങ്ങനെ എക്സ്പെൻഡ് ചെയ്യാനുള്ളത് കൂടി, നമ്മൾ ചിലപ്പം കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടാവും, അതിന് പൈസ കൊടുക്കേണ്ടതുണ്ട്, ആ കൊടുക്കാനുള്ളത് കൂടി ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിനാണ് അക്രൂവൽ സിസ്റ്റം എന്ന് പറയുക. അക്രൂവൽ സിസ്റ്റത്തിലാണ് ഇപ്പൊ നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന അക്കൗണ്ടൻസി അക്രൂവൽ ബേസ്ഡ് സിസ്റ്റമാണ്. ക്യാഷ് ബേസ്ഡ് സിസ്റ്റത്തിലും അക്കൗണ്ടൻസി ചെയ്യാം, അക്രൂവൽ ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. The accrual concept is based on recognition of both cash and credit transaction. Accrual concept ബേസ് ചെയ്യുന്നത് ക്യാഷ് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. When credit transaction exists, revenues are not same as cash received. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് മാത്രമായിരിക്കില്ല റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എക്സ്പെൻസസ് ആർ നോട്ട് സെയിം ആസ് ക്യാഷ് പെയ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ക്യാഷ് പേ ചെയ്തത് മാത്രമായിരിക്കില്ല നമ്മൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിലനിന്നുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇതോട് കൂടിയിട്ട് നമ്മളെ അസംഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ സംഭവിക്കുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും ഗോയിങ് കൺസേൺ കൺസെപ്റ്റും മണി മെഷർമെന്റ് കൺസെപ്റ്റും അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റും അക്രൂവൽ കൺസെപ്റ്റും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. സിമ്പിളാണ്. ഈ 3 തൂണുകളുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടൻസിയുടെ തിയറി നിലനിൽക്കുന്നത്. അത് ആദ്യത്തെ തൂണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന അസംഷൻസ്, ഇന്ന കാര്യങ്ങൾ നമ്മൾ കരുതുകയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കരുതുകയാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസിലേക്ക് പോവുകയാണ്. ബേസിക് പ്രിൻസിപ്പിൾസിൽ ആദ്യത്തത് ദ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. ഇവിടെ ആശയങ്ങളെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് പറഞ്ഞിട്ട് സേസ് എമൗണ്ട് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി ടു ദ ടേൺ ഓഫ് വിച്ച് ഇറ്റ് ഈസ് സർട്ടൻലി റിയലൈസബിൾ. കിട്ടുമെന്ന് ഉറപ്പുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കടത്തിന് സാധനം സെയിൽ ചെയ്യുന്നതിൽ നമുക്ക് ചിലപ്പം കിട്ടുമോ എന്ന് സംശയം ഉണ്ടാകും. ഇത് ഉറപ്പില്ല കിട്ടുമെന്ന്. അങ്ങനെ ഉറപ്പില്ലാത്തത് നമ്മൾ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നമ്മൾ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയും. നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള റവന്യൂസ് മാത്രമേ റവന്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ദ മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ആസ് പെർ ദിസ് കൺസെപ്റ്റ് ഓൾ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം when given event has two effect, one on revenue and other on expense, both must be recognized in same accounting period. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഒരു റിസീവിങ് ആസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗിവിങ് ആസ്പെക്ട് ഉണ്ടാവും. ആ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടണം. ഫോർ എക്സാമ്പിൾ, ഒരു റവന്യൂ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു റവന്യൂ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ആ റവന്യൂ എക്സ്പെൻഡിച്ചറും ആ റവന്യൂ സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെയായിരിക്കണം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൃത്യമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പ്രോഫിറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റവന്യൂ എന്ന് പറയുന്നത് സെയിലാണ്. ഇപ്പോൾ സെയിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റവന്യൂവും സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് യഥാർത്ഥമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്.
എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നു. എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണോ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണോ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്കെല്ലാം കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പുറത്ത് വിടണം. എല്ലാ ഇൻഫർമേഷൻസും പുറത്തെത്തിക്കണം. നമ്മളെ കമ്പനിയിലുള്ള നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം. ഇതിൽ ഹൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകരുത്. നമുക്ക് നോക്കാം. ആസ് പെർ ദിസ് കൺസെപ്റ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യണം. അക്കൗണ്ടിങ് ഡാറ്റ ഷുഡ് ബി പ്രോപ്പർലി ക്ലാരിഫൈഡ്, സമ്മറൈസ്ഡ്, aggregated and explained for the purpose of presenting the financial statement which are useful for the users of accounting information. Accounting information ആവശ്യമായിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിൽ അക്കൗണ്ടിങ് ഡാറ്റയെ ക്ലാരിഫൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അഗ്രഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. എപ്പോഴും അക്കൗണ്ടൻസി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം നമ്മുടെ ഡാറ്റ. വളരെ കൃത്യമായിട്ട് നിയമപ്രകാരം നമ്മൾ ഡാറ്റയെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ബേസിക് പ്രിൻസിപ്പിൾ. ദെൻ നെക്സ്റ്റ് വൺ, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒരു റിസീവിങ് ആസ്പെക്ട് ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്ട് ഉണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകളും ഒരേ സമയം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടണം. ആ രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് ഒരു ഡെബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടെന്ന് പറയാം. ഇതിന് നമ്മൾ പറയുന്നത് ഡുവൽ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഡുവൽ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആരംഭിക്കുന്നത് 1495-ലാണ്. 1495-ലാണെന്നാണ് റെക്കോർഡ്. നമ്മളെ ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന മിസ്റ്റർ ലൂക്ക പാസിയോളി 1495 എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അന്ന് മുതലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ട റെക്കോർഡുകൾ ഉള്ളത്. ഇപ്പൊ ഏതായാലും നമ്മളെ ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്ന് കരുതുന്നത് ലൂക്ക പാസിയോളിയാണ്. നമ്മൾ ഓർത്തു വെക്കണേ, ലൂക്ക പാസിയോളി. ഇപ്പോൾ 1495 ശേഷം നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അതായത് ഒരു റിസീവിംഗ് ആസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗിവിംഗ് ആസ്പെക്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരികയാണ്, നമ്മളപ്പോൾ നമ്മളെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ക്യാഷ് കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു റിസീവിംഗ് ആസ്പെക്ട് ഉണ്ട്, അവിടെ ഒരു ഗിവിംഗ് ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഇങ്ങനെ ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ടാവും. ഇതിനെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഈ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറയും. ദെൻ ആ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൂടി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അസറ്റ് ഈസിക്കൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. വെറുതെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം, ഫുൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാകണം, ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടൻസി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ എവിഡൻസുകളെ നമ്മൾ പറയാറുള്ളത് വൗച്ചർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വൗച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാം. അണ്ടർ ദിസ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് ഡാറ്റ മസ്റ്റ് ബി വെരിഫൈഡ്. എല്ലാ അക്കൗണ്ടിംഗ് ഡാറ്റയും വെരിഫൈ ചെയ്തിരിക്കണം. അങ്ങനെ വെരിഫൈ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓഡിറ്റിംഗ്. In other words, documentary evidence of transaction must be made which are capable of verification by an independent respect. ഇനി ഏത് ഡാറ്റ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഏത് റെക്കോർഡുകൾ ചെയ്യുന്ന സമയത്തും ഒരു വെരിഫയബിൾ എവിഡൻസ്, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എവിഡൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മളൊരു ട്രാവലിംഗ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുക, അതിനൊരു വൗച്ചർ ഉണ്ടായിരിക്കണം, ബില്ലുണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. വരാനിരിക്കുന്ന കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യാറില്ല, പകരം
നടന്ന കോസ്റ്റുകൾ, ചെലവഴിച്ചിട്ടുള്ള കോസ്റ്റുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുക. ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് കോസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പരിഗണിക്കുക. ആ ഡാറ്റ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ആൾവേസ് റെക്കോർഡ് അറ്റ് ദ ആക്ച്വൽ കോസ്റ്റ് അറ്റ് വിച്ച് ദേ ആർ ആക്ച്വലി അണ്ടർടേക്കൺ. ബിസിനസ് എപ്പോഴും റെക്കോർഡ് ചെയ്യുക ആക്ച്വൽ കോസ്റ്റ് ആണ്, ആക്ച്വലി അണ്ടർടേക്കൺ. നേരത്തെ നടന്നിട്ടുള്ള കോസ്റ്റുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഒരു അസറ്റ് വാങ്ങിച്ചു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോൾഡിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോൾഡ് വാങ്ങിച്ചപ്പോൾ 35,720 രൂപയാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 35,900 രൂപയായിട്ടുണ്ട് എന്ന് കരുതുക. എന്നാലും വാങ്ങിച്ച റേറ്റ് ഏതാണോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ അക്കൗണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റുകൾ നമ്മൾ ചോദിക്കുന്നത് ആദ്യം ബേസ് അറിയണ്ടേ ഒരു അക്കൗണ്ടന്റ് ആകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിൽ പലപ്പോഴും കുട്ടികൾ മേലോട്ട് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വൈവകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കുട്ടികൾ പലപ്പോഴും വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകൾ ഓർമ്മ ഉണ്ടാവില്ല, പഠിക്കാനിട്ടല്ല, ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമാണ്. നമ്മളിത് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അക്കൗണ്ടൻസി എങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ്. ഇനി അവസാനത്തെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗിവിംഗ് ആസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിസീവിംഗ് ആസ്പെക്ട് ഉണ്ടാവും. ഇത് ഈക്വൽ ആയിട്ട് ഇങ്ങനെ പോവുകയും വേണം. അങ്ങനെ ഈക്വൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അവിടെ നിലനിൽക്കും. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്നുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ പ്രകാരം അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് എക്സ്റ്റേണൽ ലാബിലിറ്റീസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കും. അങ്ങനെ ബാലൻസ് ഷീറ്റ് ടാലി ആകൽ വളരെ നിർബന്ധമാണ് അക്കൗണ്ടൻസിയിൽ. നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്ത് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്നുള്ള ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ജോബ് കൃത്യമാണെന്ന് പറയാം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കണം. അപ്പൊ ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ അറിയാണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. അവസാനത്തതാണ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം 5 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തത് കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. ഒരുപാട് മെത്തേഡുകൾ പല രൂപത്തിലെ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിപ്രീസിയേഷൻ എടുക്കാം. ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലരൊക്കെ ചില ഐഡിയ ഒക്കെ ഉണ്ടാവും, നമുക്ക് പരിചയമുള്ളവരുണ്ടാവും. റിട്ടേൺ ഡൗൺ വാല്യൂല് ഡിപ്രീസിയേഷനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലും ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ റിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു റൂളാണ്. അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ വേറൊരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് റിട്ടേൺ ഓൺ വാല്യൂ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ഒരു കാരണമില്ലാതെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റിലേക്ക് മാറാൻ വേണ്ടി പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഒരു മെത്തേഡിൽ നിന്ന് മറ്റൊരു മെത്തേഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത്. ദിസ് കൺസെപ്റ്റ് അഡ്വക്കേറ്റ് ദാറ്റ് വൺസ് ആൻ ഓർഗനൈസേഷൻ ഡിസൈഡ് ടു അഡോപ്റ്റ് പർട്ടിക്കുലർ മെത്തേഡ് ഒരു ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻസ് റെക്കഗ്നിഷൻ ഇൻ ലൈൻ വിത്ത് the other concept, the same should be consistently applied year after year unless there is valid reason for change. കൃത്യമായിട്ടൊരു റീസൺ ഇല്ലാണ്ട് നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മെത്തേഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ മെത്തേഡിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നാണ് കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ ആണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം നമ്മൾ കൺസർവേറ്റിസം കൺസെപ്റ്റിന്റെ മീനിങ് ശരിക്കും യാഥാസ്ഥിതികപരമാണ് റെക്കോർഡിംഗ് എന്നുള്ളതാണ്. യാഥാസ്ഥിതികപരമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിന് ഇഷ്ടപ്പെടാത്തവർ,
അല്ലെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവ് കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നെഗറ്റീവ് കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതൊരു പ്രൊഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടിയാണ്. പ്രൊഡൻസ് എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ കാണും. അങ്ങനെ പ്രൊഡൻസ് കൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയാം. നമ്മളിവിടെ ഒരു ലോസ് വരാനുണ്ടെങ്കിൽ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒരു പ്രോഫിറ്റ് വരാനുണ്ടെങ്കിൽ നമ്മൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ല. വരാനിരിക്കുന്ന പ്രോഫിറ്റ് ഒരിക്കലും അക്കൗണ്ടൻസിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. എന്നാൽ വരാനിരിക്കുന്ന ലോസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ സെയിൽ നമ്മൾ നടത്തിയെന്ന് കരുതുക. 45 ലക്ഷം രൂപ നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്, 5 ലക്ഷം രൂപ പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ഇത് കിട്ടുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും, ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട്. ഇങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി പറ്റുന്നത് കൺസർവേറ്റിസം കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ്. റിയലിസ്റ്റിക് ആകണം. അത് മാത്രമല്ല, നമ്മൾ ഭാവിയിൽ വരാനിരിക്കുന്ന ലോസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം: ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് റെക്കഗ്നൈസ് ഓൾ ലോസസ്. നമ്മൾ പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ലോസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. The concept underlines the prudence of understating than overstating the net income of an entity for a particular period and the net asset on a particular date. നമ്മൾ ഒരിക്കലും ഇവിടെ ഇൻകം ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പക്ഷേ ദീർഘവീക്ഷണത്തോടു കൂടി ഇൻകത്തിന് അണ്ടർ സ്റ്റേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും ഓവർ സ്റ്റേറ്റ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇൻകം ആയാലും അസറ്റുകളായാലും ഒരിക്കലും ഓവർ സ്റ്റേറ്റ് ചെയ്യരുത്. അതിന് വില കൂട്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, കുറഞ്ഞു പോയാലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന നഷ്ടങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, ലാഭങ്ങൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നോക്കാം. അപ്പം അതേ പ്രകാരം തന്നെ അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററി വാല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ ഇൻവെന്ററി വാല്യൂഷനിൽ പഠിക്കുന്ന ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വാല്യൂഷൻ. ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററി വാല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ടേം സ്റ്റോക്ക് ആയിരിക്കും. സ്റ്റോക്കിന്റെ വാല്യൂഷൻ പരിഗണിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് പരിഗണിക്കും, കോസ്റ്റും പരിഗണിക്കും. വാങ്ങിച്ച കോസ്റ്റ് എത്രയാണോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള കോസ്റ്റ് എത്രയാണോ അതും പരിഗണിക്കും. ഈ 2 കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ വാങ്ങിച്ചത് 10 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ കോസ്റ്റ് 10 രൂപയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 9 രൂപയ്ക്കാണ് അതിന്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതിൽ 1 രൂപ നമുക്ക് നഷ്ടമുണ്ട്, അത് നഷ്ടമായിട്ട് നമ്മൾ കാണിക്കണം. ഈ നഷ്ടം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ നഷ്ടം നമ്മൾ മാർക്കറ്റിൽ നിലവിലെ മാർക്കറ്റിൽ ഈ നഷ്ടമുണ്ട്, അപ്പൊ ആ നഷ്ടം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടണം. ഒരിക്കലും നമ്മളിപ്പോഴത്തെ കോസ്റ്റ് അല്ല, നമ്മൾ വാങ്ങിച്ച കോസ്റ്റ് അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ ഈ റൂളുകളൊക്കെ കൺസർവേറ്റിസം കൺസെപ്റ്റ് അനുസരിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, വരാനിരിക്കുന്ന ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ലോസുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടൈംലിനെസ് കൺസെപ്റ്റ്. ടൈംലിനെസ് കൺസെപ്റ്റ് പ്രകാരം അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ എവറി ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ പ്രോപ്പർ ടൈം. കൃത്യമായിട്ടുള്ളൊരു ടൈമിനായിരിക്കണം ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ വൗച്ചർ ഉണ്ടായിട്ടുള്ള സമയം എപ്പോഴാണോ ആ സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട്സ് മാനേജറായിട്ടും ബ്രാഞ്ച് മാനേജറായിട്ടല്ല. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വൗച്ചർ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ 3 ദിവസമായിരുന്നു സമയം. 3 ദിവസത്തിനുള്ളിൽ ആ വൗച്ചർ റെക്കോർഡ് ചെയ്യപ്പെടണം. പ്രോപ്പർ ടൈംലിനെസ് കീപ്പ് ചെയ്യുക എന്നുള്ള അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായ വൗച്ചർ ഈ മാസം റെക്കോർഡ് ചെയ്യുന്നത് അത് ഒരു കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ്. പ്രോപ്പർ ടൈമിലായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. കമ്പനി അനുവദിച്ച സമയത്തിനുള്ളിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് നോക്കാം, ഇൻഡസ്ട്രി പ്രാക്ടീസ്. ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ പ്രാക്ടീസ് ഉണ്ടാവും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പം ബാങ്കിങ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ്, അങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ അക്കൗണ്ടിങ് പ്രാക്ടീസുകൾ നിലനിൽക്കുന്നുണ്ടാവും. ആ അക്കൗണ്ടിങ് പ്രാക്ടീസ് നമ്മളും ഫോളോ ചെയ്യണം. ഇതാണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസിലെ അവസാനത്തത്. ഈ പ്രിൻസിപ്പിൾസും ഈ അസംഷൻസും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടൻസി എന്നുള്ള ശാസ്ത്രശാഖ എന്നൊക്കെ നമുക്ക് പറയാം
അക്കൗണ്ടൻസി എന്നുള്ള പഠന വിഭാഗം പ്രവർത്തിക്കുന്നത്. അക്കൗണ്ടൻസി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഈ അസംഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നമ്മളെല്ലാവരും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നവരാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടവരാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് അവർക്കിടയിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാക്ടിക്കലായിട്ട് പോകേണ്ട ചില ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതിൻ്റെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ഇവൻറ്റ്സും ട്രാൻസാക്ഷൻസും എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള എക്സ്ചേഞ്ചുകൾ നടക്കുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ട്രാൻസാക്ഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് asset with consideration of money value, while events is anything in general purpose which occurs at specific time and particular place. Event എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആവാം, എന്തും സംഭവിക്കുന്നതാകാം. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ആൻ അസറ്റ്, കൺസിഡറേഷൻ ഓഫ് മണി വാല്യൂ. മണി വാല്യൂവിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ്, ഇവന്റുകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് റെക്കോർഡ് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുക, ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. വൗച്ചറുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിട്ടൺ ഇൻസ്ട്രുമെന്റ് ദാറ്റ് സെർവ്സ് ടു കൺഫേം ഓർ witness for some facts such as transactions. ട്രാൻസാക്ഷന് വിറ്റ്നസ്സുകളായിട്ട്, കൺഫർമേഷൻസ് ആയിട്ട് നിൽക്കുന്ന റിട്ടൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ബില്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു സെയിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യും, എന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ബില്ല് ഉണ്ടാവും, ഒരു പേയ്മെന്റ് നൽകി കഴിഞ്ഞാൽ ഒരു വൗച്ചർ ഉണ്ടാവും. ആ വൗച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ ട്രാൻസാക്ഷൻസിന്റെ പ്രൂഫ് ഓഫ് എവിഡൻസുകളാണ് വൗച്ചറുകൾ എന്ന് പറഞ്ഞാൽ. അത് ബില്ല് എന്ന് നമ്മൾ സാധാരണ പറയുന്നതാണ് വൗച്ചർ എന്ന്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. ഇനി വൗച്ചറുകൾ 4 തരത്തിലുണ്ട്. റെസിപ്റ്റ് വൗച്ചർ നമുക്കറിയാം, കിട്ടുമ്പോൾ നമ്മൾ എഴുതുന്ന വൗച്ചറുകളാണ് റെസിപ്റ്റ് വൗച്ചർ. ഇപ്പോൾ ഒരു ഫീ കിട്ടുക, അത് നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ് രേഖപ്പെടുത്തുക. പേയ്മെന്റ് വൗച്ചർ, പേയ്മെന്റുകൾ നമ്മൾ പേയ്മെന്റ് വൗച്ചറിലേക്ക്, ഇപ്പം ഞാൻ ക്ലാസ് എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പേയ്മെന്റ് വാങ്ങിക്കുക, പേയ്മെന്റ് വൗച്ചറിൽ ഒപ്പിട്ടിട്ടായിരിക്കും. നെക്സ്റ്റ് വൺ നോൺ ക്യാഷ് ഓർ ട്രാൻസ്ഫർ വൗച്ചർ. ചിലപ്പോൾ ക്യാഷ് ഉൾക്കൊള്ളാത്ത എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ അന്ന് മണി വാല്യൂവിൽ എക്സ്ചേഞ്ച് ഇല്ലാത്ത ചില വൗച്ചേഴ്സുകൾ ഉണ്ടാവും. അതായത് ട്രാൻസ്ഫറുകൾ, ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഇൻവെന്ററി സ്റ്റോക്കുകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് കരുതുക, അതിന് മണി വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ വൗച്ചറുകൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദ വൗച്ചേഴ്സ് ആർ ദ ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് ഹാപ്പൻഡ്. നമ്മൾ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വൗച്ചേഴ്സ് തന്നെയാണ്, ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് നിലനിൽക്കുന്ന വൗച്ചേഴ്സിനെ പറയുന്ന പേരാണ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. ഇങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വൗച്ചേഴ്സിനെയാണ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് വൗച്ചേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ഏതൊക്കെ തരം അക്കൗണ്ടുകളുണ്ട്, ഇതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. കേട്ടിരുന്ന സുഹൃത്തുക്കൾക്ക്, സ്റ്റുഡൻസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ, മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.